ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. റവയും പാലും പഞ്ചസാരയും മാത്രം മതി. ഇതിന് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ്. വെറും 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് റെഡിയാക്കിയിട്ടെടുക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടൊരു കാരമൽ സിറപ്പ് റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/3 കപ്പാണ്, അതായത് ഒരു അരക്കപ്പിന് താഴെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരാനായിട്ട് തുടങ്ങും. പിന്നെ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ, അപ്പോൾ കയ്പ്പ് വരും. അപ്പോൾ ഇതുപോലെ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കണം. പാലൊഴിക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ കാരമൽ സിറപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാണ്. റവ നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് 1/4 കപ്പാണ് ചേർക്കുന്നത്, അതായത് 4 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാരമൽ സിറപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതോടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ആ ഒരു കളറായിരിക്കും ഉണ്ടാവുക. വേറെ പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളിത് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ റവയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. ലോ ഫ്ലെയിമിൽ നല്ല തിക്കാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം എന്താ നന്നായിട്ട് കുറുകി തിക്കായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ റവയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു പരുവം. ഇതുപോലെയാണ് ഉണ്ടാവുക, നല്ല തിക്കായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക, കുറച്ച് കട്ടിയിൽ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ആ ഒരു കാരമലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ ബൗളിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പുഡിങ് വിട്ട് കിട്ടും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ബൗളിലേക്ക് ആക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ബൗളിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. രാത്രി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് സൈഡൊക്കെ വിടിയിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പുഡിങ് ഇതുപോലെ വിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റവയും പാലും പഞ്ചസാരയും മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് ഒന്നും ചേർക്കണം എന്നില്ല. വെറും 3 ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. നമ്മുടെ വലിയ ബൗളിൽ വെച്ച പുഡിങ്ങും നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. വേറെ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്